പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന, ഹെവി ബ്ലീഡിങ്. നമുക്കിവിടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് അല്ലേ. അപ്പോഴേക്കും എൻ്റെ കൈ ശരിക്കും വിറക്കാൻ തുടങ്ങി. ഓപ്പൺ സർജറി ചെയ്തു. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ലതായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഹോസ്പിറ്റലിലും വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുടെ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ടൊന്നുമല്ല വന്നത്. ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിസ്റ്ററെക്ടമി. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വ്ളോഗിൽ ഇത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പോയിൻറ്റ്സ് ഷെയർ ചെയ്യാമെന്ന്. എനിക്ക് കഴിഞ്ഞത് മെയ് 1-ാം തീയതിയാണ്. ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. മെയ് 1-ാം തീയതി മേജർ സർജറി ആയിരുന്നു, ഹിസ്റ്ററെക്ടമി. ലാപ്രോസ്കോപ്പിയാണ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ 99% അവരത് ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ സക്സസ് ആയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അസുഖം എന്തായിരുന്നു എന്ന് വെച്ചാൽ എൻഡോമെട്രിയോസിസ് ആയിരുന്നു. മെഡിക്കലി അതിൻ്റെ പേര് അതാണെങ്കിലും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന. പീരീഡ്സിൻ്റെ സമയത്ത് നമുക്ക് നോർമൽ ഒരാൾക്ക് സഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു വേദന, അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം തുടങ്ങിയൊന്നുമല്ല, കുറേ ആയിട്ട് പെയിൻ ഉണ്ടായിരുന്നു. നാട്ടിൽ ഞാൻ കാണിച്ചതായിരുന്നു, പക്ഷെ അത്രയും അങ്ങോട്ട് എല്ലാവരും അത് നോർമലാ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരുന്നത്. പിന്നെ ദുബായിൽ ഓൾമോസ്റ്റ് ഞാൻ 10 ഇയർ ഉണ്ടായിരുന്നു. പക്ഷെ ദുബായിൽ ഞാൻ ഇതിനെ ചൊല്ലി ഡോക്ടറെ കാണിച്ചിട്ടില്ല. പക്ഷേ പെയിൻ കില്ലേഴ്സും പിന്നെ അതേപോലെ ഇഞ്ചക്ഷൻ പോലും എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം. നാട്ടിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു പെയിൻ്റെ ഇഞ്ചക്ഷൻ. പിന്നെ ആ ഒരു ടൈം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെയായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത്. പിന്നെ അത് പെയിനെ മാത്രമായതുകൊണ്ട് തന്നെ മെഡിസിൻ കഴിക്കുന്നു, പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു. ഒരു ദിവസം ഞാൻ ആ ഒരു ടൈമിൽ 5-6 പെയിൻ കില്ലർ വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് കാനഡയിൽ വന്ന് 1 ഇയർ ആയപ്പം അതിന് ശേഷം 2023 ഓൾമോസ്റ്റ് ജൂൺ ജൂലൈ ഒക്കെയാണ് ആ ഒരു ടൈമിൽ ബ്ലീഡിങ് ആവാൻ തുടങ്ങി, ഹെവി ബ്ലീഡിങ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ER പോയി. അവിടെ കാണിച്ചപ്പം അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് തന്നെ അവർ അൾട്രാസൗണ്ട് ചെയ്തു, ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ചെയ്തതിന് ശേഷം അവർ ഫാമിലി ഡോക്ടറെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റിപ്പോർട്ട്സൊക്കെ അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഫാമിലി ഡോക്ടർ പറഞ്ഞു നമുക്ക് MRI ചെയ്യണമെന്ന്. പക്ഷെ ഇവിടെ MRIൻ്റെ ഒക്കെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഓൾമോസ്റ്റ് 8-9 മാസം ഓൾമോസ്റ്റ് അത്രയും മന്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് MRIക്കുള്ള അപ്പോയിൻമെൻറ്റ് വന്നത്. ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആവുമായിരുന്നു, പെയിൻ വരുമായിരുന്നു, അങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിന് MRI ചെയ്തതിന് ശേഷം പിന്നെ ഫാമിലി ഡോക്ടർ ഗൈനിക്കിനെ റെഫർ ചെയ്തു. ഇപ്പോൾ ഗൈനിക് ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു ഇത് എൻഡോമെട്രിയോസിസിൻ്റെ വേഴ്സ്റ്റ് ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററെക്ടമി ചെയ്യുന്നതായിരിക്കും, സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് നമ്മളെ ചോയ്സ് ആണല്ലോ, അപ്പം അല്ലെങ്കിൽ മെഡിസിനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഇവിടെ വെച്ച് ചെയ്യണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഇത് നമ്മളെ നാടല്ല, നമുക്കിവിടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മെഡിസിൻ കഴിക്കാം, എന്നിട്ട് പിന്നെ നാട്ടിൽ പോകുമ്പോൾ ചിന്തിക്കാം. ഞാനിവിടെ വന്നിട്ട് അന്നേരം 1 ഇയറിലായിട്ടുള്ളൂ. അങ്ങനെ മെഡിസിനാണ് കഴിച്ചിരുന്നത്. മെഡിസിൻ കഴിച്ചാലും ഭയങ്കര ടയേർഡും ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് ഫ്രണ്ട്സും പലരും പറഞ്ഞിട്ടായിരുന്നു ഇവിടെ നമ്മളിപ്പോൾ സർജറിക്ക് ഡേറ്റ് കൊടുത്താലും ഇവിടെ കിട്ടണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ MRI തന്നെ ഇത്രയും ടൈം എടുത്തതുകൊണ്ട് കുറേ സമയം എടുക്കും. അപ്പം ഞാൻ മനസ്സിൽ കരുതിയത് നമുക്ക് എന്തായാലും സർജറിക്ക് പറയാം, കാരണം കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പറയാം, എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടെയും കാണിക്കാമല്ലോ. അങ്ങനെ ജൂലൈ 2024 ലാസ്റ്റ് ഇയർ ആണ് ഞാൻ ഡോക്ടറെ അടുത്ത് അങ്ങോട്ട് പറയുന്നത് ഓക്കെയാണ് സർജറിക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ എൻ്റെ ടൈം, അതായത് ഡോക്ടറിൻ്റെ ടൈം ഏകദേശം ഓൾമോസ്റ്റ് 1 ഇയർ എടുക്കും സർജറീൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എൻ്റെ മനസ്സിൽ അന്നേരം നാട്ടിൽ പോയിട്ട് കാണിക്കാമെന്നായിരുന്നു. പക്ഷെ പിന്നെ നാട്ടിലും പിന്നെ കുറച്ച് മന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലൊന്നും അല്ല, എനിക്ക് എൻ്റെ കണ്ടീഷൻ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിൽ ഹസ്ബൻഡ് ജീൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് അന്വേഷിപ്പിച്ചായിരുന്നു. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും കംപ്ലീറ്റ് റിപ്പോർട്ട്സും ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് എപ്പോഴും എടുക്കാമല്ലോ. അപ്പോൾ അവരും ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്.
ഏറ്റവും നല്ലത് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത് തന്നെയാണെന്ന്. അങ്ങനെ പിന്നെ കണ്ടീഷൻ വളരെ വേസ്റ്റ് ആയപ്പോൾ ഡോക്ടർ ഇവിടെ ഇഞ്ചക്ഷൻ തരാൻ തുടങ്ങി എനിക്ക്. അപ്പം അങ്ങനെയും ആയപ്പോൾ പിന്നെ ഏപ്രിൽ മന്ത് ഡോക്ടർ പറഞ്ഞു, ഡോക്ടറും ലെറ്റർ ഫോർവേഡ് ചെയ്യും, എന്നിട്ട് എന്നോടും പറഞ്ഞു ഇമെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡോക്ടറും അയക്കും, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഏപ്രിൽ ഹാഫ് ആയപ്പം എനിക്കൊന്ന് 18th 17th ആയപ്പം എന്നോട് കോൾ വന്നു, മെയ് 1 സർജറിക്ക് ഡേറ്റ് ഉണ്ടെന്ന്. സത്യം പറഞ്ഞാൽ സർജറി നിൽക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനായിരിക്കും, പേടിയും. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ എനിക്ക് സന്തോഷമാണ് തോന്നിയിരുന്നത്. കാരണം കുറേ ആയിട്ട് സഹിച്ച് വരുന്ന വേദനയും ബ്ലീഡിങ്ങും ഒക്കെ കാരണം ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നിയിരുന്നത്. അങ്ങനെ പിന്നെ മെയ് 1 ആയി. മെയ് 1 ആയപ്പം രാവിലെ 11:45 സർജറി പറഞ്ഞിരുന്നത്. അപ്പോൾ 4 മണിക്കൂറാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരം ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസം മുമ്പ് പോയിട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. ഇവിടെ അങ്ങനെ നേരത്തെ ഡേ സർജറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നേരത്തെ അഡ്മിറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള സിസ്റ്റമേ അല്ല. അവന് ഡോക്ടർ വന്നു, ഡോക്ടറും അവർ അസിസ്റ്റൻറ്റും വന്ന് കണ്ടായിരുന്നു. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തന്നു. അവർ യൂട്രസും പിന്നെ ഫെലോപ്പിൻ ട്യൂബ്സും പിന്നെ സിസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പോൾ ലാപ്രോസ്കോപ്പി വഴിയാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. 99% അതിൽ 1% അവർ പറഞ്ഞു ചിലപ്പം ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് എനിവേ ഞങ്ങൾ നിങ്ങളെ ഫോൺ വിളിക്കും, ഹസ്ബൻഡിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് അവർ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാൽ ലാപ്രോസ്കോപ്പിയാണ് ചെയ്യാമെന്ന് അറിയുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടുവെച്ചുകൊണ്ട് തന്നെ കുറച്ച് പേടി കൂടുകയായിട്ടോ ചെയ്തിരുന്നത്. അപ്പം പിന്നെ അവർ സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയപ്പം സത്യം പറഞ്ഞാൽ അപ്പോഴാണ് പേടി വന്നു തുടങ്ങിയത്. പിന്നെ സർജറി റൂമിൽ എത്തിക്കഴിഞ്ഞപ്പം എത്തുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പേടിക്കാൻ തുടങ്ങി. പക്ഷെ അത് ഫേസിലൊന്നും എക്സ്പ്രസ് ചെയ്തില്ല കേട്ടോ. കാരണം പിന്നെ ഹസ്ബൻഡും പേടിയാവും, മോനും പേടിയാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതൊന്നും കാണിക്കാൻ നിന്നില്ല മുഖത്ത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലോർത്ത്, പഠിച്ചോനെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, എന്തെന്നറിയാത്ത പേടി. ഇപ്പം നമ്മൾ സിസേറിയന് പോകുന്ന പോലെ അല്ല, അത് വേറെ ഒരു ഇതാണ് അല്ലേ. അപ്പോൾ പോയി. അപ്പം ഞാൻ അവർ ഓരോ ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പേരും ഡേറ്റ് ഓഫ് ബർത്തും, പിന്നെ അതേപോലെ എന്തിനാണ് വന്നത് എന്നറിയാമോ. അവർക്കറിയാം, പക്ഷെ അവരെന്നോടത്ത് ചോദിക്കുകയായിരുന്നു എന്തിനാണ് വന്നതെന്നറിയാമോ, എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയാമോ, അങ്ങനെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ കൈ ശരിക്കും വിറക്കാൻ തുടങ്ങി. ഓൾറെഡി കുറച്ച് ഞാൻ പേടിയുള്ള ഒരു ടൈപ്പ് ആളാണ്, അപ്പോൾ കൂടുതൽ നമുക്ക് ഇങ്ങനെ പേടിയാവാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ പിന്നെ ഇത്തിരി സമാധാനം തോന്നി. ഓക്കെ, ഇയാൾക്കെല്ലാം മീൻസ് മനസ്സിൻ്റെ ഒരു വിശ്വാസമാട്ടോ. അതിപ്പോൾ ഞാൻ നാട്ടിലാണേലും ഞാൻ പല്ല് കാണിക്കാൻ പോകുമ്പോൾ ഞാൻ എന്നും എവിടെയാണോ പോകുന്നത് അതേ സ്ഥലത്താണ് ഞാൻ പല്ല് കാണിക്കാൻ പോകുക. വേറൊരു ഡോക്ടറെയും ഞാൻ മാറ്റൂല. എൻ്റെ ഒരു വിശ്വാസം അതാട്ടോ. അപ്പോൾ വേറെ ഇങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കാണിക്കുക അങ്ങനെ ഒരു ടൈപ്പ് ആളെ അല്ല ഞാൻ, ഒന്ന് മാറ്റുക അങ്ങനെയല്ല. അപ്പോൾ അതേപോലെ ഡോക്ടർ വന്നപ്പം ഓക്കെ നമ്മുടെ ഡോക്ടറാണ് എന്നുള്ളൊരു സമാധാനം. അപ്പം പിന്നെ അവരവിടെ ബെഡിൽ കിടത്തിയതിന് ശേഷം ചുറ്റും അവർ നിൽക്കുവാണ്, ഒരുപാട് നേഴ്സും. ഇവിടെ എല്ലാവരും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സായതുകൊണ്ട് ഇതിൽ നേഴ്സ് ഏതാ ഡോക്ടർ ഏതാ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മീൻസ് നമ്മുടെ ഡോക്ടർ അറിയാം എന്നല്ലാതെ വേറെ ആരെയും, എല്ലാവരും ഒരേപോലത്തെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇതൊന്നും എൻ്റെ തലേൻ്റെ അകത്തേക്കൊന്നും പോകുന്നില്ല. അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അനസ്തേഷ്യ കൊടുക്കുന്ന ആളാണ്, അതിൻ്റെ അസിസ്റ്റൻ്റാണ് ഒരാൾ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ നേഴ്സാണ്, അങ്ങനെ അവരവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡിൽ പോകുന്നില്ല. എനിക്ക് ശരിക്കും പേടിയാൻ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, യു ആർ ഇൻ ഗുഡ് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ച്. അപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴേക്കും ഞാനിത് സംസാരിച്ചപ്പോഴേക്കും പിന്നെ എനിക്ക് അവർ ജനറൽ അനസ്തേഷ്യ ആയിരുന്നു തന്നിരുന്നത്. അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബോധം പോയി. പിന്നെ അവർ ഇത് ലാപ്രോസ്കോപ്പി ട്രൈ ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു, കൺസെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവർ
ഓൾറെഡി പറഞ്ഞായിരുന്നു മുമ്പേയും. അപ്പം എന്നാലും ഫോൺ വിളിച്ച് ഇൻഫോം ചെയ്യുന്നതാണ് പറഞ്ഞത്. ഫോൺ വിളിച്ചിട്ട് പിന്നെ അവർ ഓപ്പൺ സർജറി ചെയ്തു. അപ്പോൾ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മോൻ മീൻസ് ഒരു മോനേ ഉള്ളൂ, അത് റയാൻ്റെ സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതേ സ്ഥലം തന്നെ അവർ വീണ്ടും ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ അതിന് മുമ്പേ അവർ ലാപ്രോസ്കോപ്പിയും ട്രൈ ചെയ്തു. കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിലെത്തിയപ്പോഴേക്കും എൻ്റെ കസിനൊക്കെ എത്തിയായിരുന്നു. പിന്നെ അവളും പിന്നെ ഹസ്ബൻഡിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനമായെങ്കിലും എനിക്ക് ബോധമൊന്നും അത്ര ഇല്ല കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല, സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ അല്ലാതെ ഒരു സമാധാനം. കുറേ മെഷീൻസിൻ്റെ സൗണ്ടും കേൾക്കാം, ബിപ് 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 എന്നിട്ട്. പിന്നെ എൻ്റെ കസിന് വർത്തമാനം പറയുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ എനിക്കിങ്ങനെ വോമിറ്റ് ചെയ്യാൻ ഫീൽ ചെയ്യേ, ഉറക്കം മീൻസ് സെഡേഷനിൽ തന്നെയാണല്ലോ, ഉറക്കം വരെ, ഉറക്കത്തിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് വോമിറ്റ് ചെയ്യാൻ ഫീൽ ചെയ്യുക, അങ്ങനെ തോന്നുക. അങ്ങനെ ഒരുപാട് എന്താണെന്നറിയില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്രയും ബോഡി ഫുൾ വേദന പോലെ തോന്നുക, ഫീൽ ചെയ്യുക. മീൻസ് എന്തൊക്കെയോ സംഭവിച്ച പോലെ. പിന്നെ എൻ്റെ കസിന് പറഞ്ഞ് ഇങ്ങനെ അച്ചാറില്ല, ശരിക്കും അച്ചാർ വയലിടാൻ പാടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അവൾ പറഞ്ഞ് നമുക്കത് കഴിക്കാം, അപ്പോൾ ഇത്തിരി സമാധാനം തോന്നുമെന്ന് പറഞ്ഞ്. പിന്നെ അപ്പോഴേക്കും നമ്മൾ നഴ്സിനെ ഇൻഫോം ചെയ്തായിരുന്നു. നഴ്സ് കുറേ രണ്ട് ടൈപ്പ് ഓഫ് മെഡിസിൻ തന്നു. അതിലൊന്നും ഒരു വ്യത്യാസവും ഫീൽ ചെയ്തില്ല. പിന്നെ പറഞ്ഞത് മൂന്നാമത്തതാണ്, ഇതിലെങ്കിലും വോമിറ്റിങ് ഫീൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മൊത്തം തല കംപ്ലീറ്റ് റൊട്ടേറ്റ് ആവുന്ന പോലെയോ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബാക്കി അതുവരെ എല്ലാം നല്ലതായിരുന്നു, പക്ഷെ അതിന് ശേഷം വന്ന ഒരു വേസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരു ദിവസം, നാട്ടിലാണെങ്കിൽ ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞാലും ഒരു ദിവസം ICUവിൽ 3-4 ദിവസം റൂമിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വിടുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അത് ഡേ സർജറിയാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി എന്തായാലും ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും അറിയില്ല, ബോഡി ഫുൾ ഓൾറെഡി പെയിൻ കില്ലേഴ്സൊക്കെ ആണുള്ളത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പിന്നെ എനിവേ ഡിസ്ചാർജ് ആയല്ലോ. പിന്നെ അതിന് മുമ്പ് അവർ നമ്മളെ ബാത്റൂമിൽ കൊണ്ടുപോകും. അവർ പറയുന്നത് നടക്കാനാണ്, പക്ഷെ നടക്കാനൊന്നും പോസിബിളേ ഉള്ള കാര്യമല്ല. അപ്പോൾ പിന്നെ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അത്രയും ബോധമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ എത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഉച്ച വരെയൊക്കെ ഉറങ്ങിപ്പോവാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ പറഞ്ഞത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിച്ചതൊക്കെ. അപ്പം അങ്ങനെ ഒരാഴ്ചയോളം എനിക്ക് അവർ നടക്കാൻ പറഞ്ഞെങ്കിലും എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. മെല്ലെ പതുക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ 2 ആൾ പിടിച്ചിട്ടൊക്കെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ശരിയാവാൻ വേണ്ടി. അപ്പോഴേക്കും പിന്നെ എന്താ പറയുക, ഒരുപാട് ആശ്വാസം ഫീൽ ചെയ്തു. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ലോണമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഹോസ്പിറ്റലിലും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു ചേട്ടൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് സപ്പോർട്ടായിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. നല്ലോണം എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ അത് ഫുഡായിട്ടാണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഒക്കെ അവരും പിന്നെ എൻ്റെ സിസ്റ്ററും. അവൾ താമസിക്കുന്ന ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, 4-5 മണിക്കൂർ ദൂരെയാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ സത്യം പറഞ്ഞാൽ പിന്നെ 2 ആഴ്ചത്തേക്കുള്ള ഫുഡും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് അവൾ പോയത്. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നാട്ടിലത്തെ ആ ഒരു സംഭവമേ അല്ല അല്ലേ ഇവിടെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ നാട്ടിലാകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല, നമ്മുടെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവളിവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് റിലാക്സാണ് ഫീൽ ചെയ്തത്. പിന്നെ എപ്പോഴും ചൊല്ലന്നെ ഉണ്ടല്ലോ, നമ്മളെ ഒരിക്കലും ദൈവം അല്ലെങ്കിൽ പടച്ചവൻ നമ്മളെ ഒറ്റക്കാക്കില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മൾ അന്യനാട്ടിലാണെങ്കിലും ഒക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ എത്തിപ്പെടും. അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ട് സഹിക്കുന്ന സമയത്ത് നമുക്ക് ആരെയാണോ ഹെൽപ്പ് ചെയ്തത് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ അത് മറക്കാൻ പാടില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവരെ അവഗണിക്കാനും പാടില്ല. അപ്പം
ഒരുപാട് എൻ്റെ കുടുംബക്കാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അവരെല്ലാവരും ഒരുപോലെ ടെൻഷൻ അടിച്ച സമയമാണ്. എല്ലാവരും നമ്മളൊക്കെ ഇവിടെ ഉള്ളവരെക്കാട്ടിയും ടെൻഷനായിരിക്കും അവർക്ക്. കാരണം അവർ ദൂരെയല്ലേ, അവർക്ക് കാണാൻ പറ്റുന്നില്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്നുള്ള. പിന്നെ ഉമ്മാൻ്റെ ടെൻഷൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ദുബായിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉമ്മാനെ കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് അങ്ങനെ കൊണ്ടുവരാനും അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ ഉമ്മ കംപ്ലീറ്റ്ലി മനസ്സ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പം ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അത് നമുക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ജീൻ്റെ ഫ്രണ്ട്, അവർ ഫ്രണ്ട്സൊക്കെ ഈവൻ രാത്രി ഉറങ്ങാതെ പോലും അവർ മെസ്സേജ് അയക്കുന്നത്. കാരണം അവർക്ക് രാത്രിയാണല്ലോ, നമുക്കിവിടെ രാവിലെ ആകുമ്പോൾ. അപ്പോൾ അവർ ഉമ്മയും അനിയനൊക്കെ അയക്കുന്ന പോലെ തന്നെ അവരും ഉറങ്ങാതെ ഇരുന്നും നമുക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ എൻ്റെ എല്ലാം അൽഹംദുലില്ലാഹ് നല്ലോണം തന്നെ കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പം 2 മാസമായിട്ടും ഇപ്പോഴും എനിക്ക് ബോഡി പെയിൻ ഉണ്ട്, മൊത്തം ബോഡി നല്ല പെയിൻ ഉണ്ട്. പിന്നെ ഡിസ്കംഫർട്ട് ഉണ്ട് സർജറി കഴിഞ്ഞ ഒരു ഏരിയയിൽ. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ടയേർഡ്നെസ്, എക്സ്ട്രീം ടയേർഡ്നെസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി അവരിപ്പോൾ ഇനി അയണിൻ്റെ ഇത് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അയൺ IV ഇൻഫ്യൂഷൻ ഇനി ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ബാക്കിയുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം അൽഹംദുലില്ലാ പഠിച്ചവൻ്റെ സഹായത്താൽ എല്ലാം നല്ലോണം കഴിഞ്ഞ്, എല്ലാവരും സഹായത്തോടെ തന്നെ എല്ലാം നല്ലോണം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ശരി, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.